കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തരെ നോക്കിയിട്ട് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഗോപുരവാതിൽ കടന്നിട്ട് അകത്ത് പോവാം. അങ്ങനെ അകത്ത് പോയിട്ട് നോക്കുമ്പോൾ നല്ല തിരക്കാണ്. ഇന്നും തിരക്കന്നെ. ഇന്നും തിരക്കാന്ന് പറയണ്ട, മിക്കവാറും ദിവസങ്ങളിൽ തിരക്കന്നെയാവും. കാരണം വെക്കേഷനായി, വൈശാഖമായി, വിഷുവായി, എല്ലാം കൂടിയായി നല്ല തിരക്കന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ തിരക്കിലൂടെ ഇങ്ങനെ പോവാം. തിരക്കിലരിഞ്ഞിങ്ങനെ പോയി ആ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലത്തെ സൈഡിൽ നോക്കിയിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആദ്യത്തെ തൂണൊന്ന് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് തന്നെ കാണണം കേട്ടോ. ഇന്നും ആനപ്പുറത്താണ്. ആനപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഉണ്ണി ആനപ്പുറത്ത് ഇരിക്കുക. ആ രണ്ട് കാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കാലിൻ്റെ മുകളിൽ കാൽത്തളകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ ഒരു പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അരയിൽ ഇങ്ങനെ ആ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്, ഒരു മാങ്ങാമാലയുണ്ട്. അതേപോലെ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. അതിൽ ഒരു കയ്യിൽ, ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ആ അരയിലിങ്ങനെ കുത്തി വയ്ക്കുക. അരയിലിങ്ങനെ കുത്തി നിൽക്കണ മാതിരിയൊക്കെ അരയിൽ കുത്തി നിൽക്കില്ലേ, അതേപോലെ ഞാൻ കുറച്ച് വലിയ ആളായിരുന്നു ആനപ്പുറത്തായിരിക്കണത് എന്ന് പറയുകയാണേ. നമ്മളോടെ എല്ലാവരോടും ഭക്തരോടൊക്കെ പറയാം, ഞാനേ വലിയ ആൾ തന്നെയാണ്, ഞാൻ ആനപ്പുറത്താണ് ഇരിക്കണത്, അപ്പം എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കുസൃതി പറയണത്. അങ്ങനെ നോക്കുമ്പോൾ കൈവളകളൊക്കെ കാണാനുണ്ട്. അതേപോലെ തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ടുള്ള പീലി ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടി മാലകൾ വെളുത്ത പൂവും പിന്നെ തെച്ചിയായിട്ടുള്ളതും, വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും, രണ്ട് തിരുമുടി മാലകൾ. അതുപോലെ തന്നെയാണ് ആ ഉണ്ടമാലകളും, വലിയ ഉണ്ടമാലകളാണ്. ആ ഉണ്ടമാലകളും രണ്ടെണ്ണം ഉണ്ട്. ആ വെളുത്ത പൂവിനാണ് പ്രാധാന്യം. അതേപോലെ തെച്ചിയും തുളസിയും ഉണ്ട്. പിന്നെ ഒരു താമരയുണ്ട് അതിൻ്റെ ഇടയിൽ. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കുക. സോപാനപ്പടിയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. ഇപ്പോൾ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലെ കളഭം കൊണ്ടുള്ള ആനയും ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടോളൂ. എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുതു. അതേപോലെ അഗ്നികോണിലെ ബലി തൂവുന്ന അഗ്നികോണിലൊന്ന് നോക്കി തൊഴുതു. പിന്നീട് ഒന്ന് തിരിഞ്ഞ് നിന്ന് ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ചുവർ ചിത്രം ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. അത് കണ്ടു തൊഴുക. അങ്ങനെ അതിന് ശേഷം സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴുത് ആ സരസ്വതി അറയുടെ അവിടെ വരിക. അപ്പോൾ വിഘ്നേശ്വരനെ അവിടെ നിന്ന് കണ്ടു തൊഴാം. ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഗണപതിയാണെന്ന്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതിയുടെ മുകളിലെ ഫോട്ടോ കാണാം. കണ്ടു തൊഴുതോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. ഗണപതിയെ കണ്ട് തൊഴുക. പിന്നീട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. ഓരോന്നായിട്ട് കണ്ട് തൊഴുക. പിന്നീട് മേൽശാന്തിയുടെ അവിടെ വന്ന് മേൽശാന്തി ഇരിക്കുന്നുണ്ട്. മേൽശാന്തി അച്യുതൻ നമ്പൂതിരി, കവപ്ര മാരാത്ത് വനക്കിലെ അച്യുതൻ നമ്പൂതിരിയാണ്. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രസാദമൊക്കെ, അർച്ചന പ്രസാദമൊക്കെ അവിടുന്ന് വാങ്ങാം. എന്നിട്ട് അതിന് ശേഷം വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. അതേപോലെ ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കാണാം. അപ്പോൾ അത് കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ നേരെ
അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴുക. അപ്പോൾ എന്താ നല്ല രസമായിട്ടാണ്, നിറച്ച് താമരയും തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ വിധാനമായിട്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ ലക്ഷ്മി മുന്നിൽ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ഒഴിച്ചിട്ട് നല്ല പ്രഭയിൽ കത്തണമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളും. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ നമസ്കരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് സമയം കിട്ടും. പറയാവുന്നതൊക്കെ പറയാം, മുൻവശത്തുനിന്ന് പറയാൻ പറ്റാത്തതൊക്കെ പിറകു വശത്ത് പറഞ്ഞാലും ആ ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ കേൾക്കും. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാണാം. കണ്ട് ഇങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല മാത്രമുണ്ട് ചാർത്തിയിട്ട് കണ്ണന്. ആ കഴിഞ്ഞാൽ മുരുകനെ കാണാം. മുരുകന് ഇന്ന് ഭസ്മം കൊണ്ട് തന്നെ അഭിഷേകമൊക്കെ ആയിട്ടുണ്ട്, ഒരു തുളസിമാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. ഇന്നൊരു നാരങ്ങമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ, കുങ്കുമമുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഓവിൻ്റെ അവിടുന്ന് ഒന്ന് ലേശം പടിഞ്ഞാറോട്ട് മാറിയാൽ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് വീണ്ടും നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിന് അപ്പുറത്ത് കിടന്ന നമ്മളെ ആ മണിക്കിണർ കാണാം. ഭഗവാന് തീർത്ഥം ഒക്കെ ചെയ്യുന്ന ആറാട്ടിനൊക്കെ ഉള്ള, അഭിഷേകത്തിനൊക്കെ ഉള്ള തീർത്ഥം ശേഖരിക്കുന്ന മണിക്കിണർ, അത് കണ്ട് തൊഴാം. പിന്നീട് ആ ഒരു നൃത്ത അറ കാണാം. അവിടെ കെടാവിളക്ക് ഇങ്ങനെ കത്തിയിരിക്കണം. അങ്ങനെ ആ കെടാവിളക്കിൻ്റെ അവിടുന്ന് നൃത്ത അറയിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സിൽ ഇങ്ങോട്ട് ഏത് രൂപത്തിലാണോ നമ്മൾ മനസ്സിൽ നിരീക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ നമ്മളിലേക്ക് എത്തും. അപ്പം അത് കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും ആ കൃഷ്ണാട്ട വിഗ്രഹം, അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഒരു കാഴ്ചയാണ്. അമ്മേനെ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള കാഴ്ച, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ ഇങ്ങനെ വേഷവിധാനത്തോട് കൂടിയിട്ട് കരിനീല പട്ടും ചുവന്ന പട്ടുമൊക്കെ പാടെ ഉടുത്ത് പട്ട് പാവാട എടുത്ത മാതിരിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നല്ല രസമായിട്ടാണ്. പിന്നെ മുകളിലാണെങ്കിൽ ഒരു എന്താ പറയുക, സ്വർണത്തിൻ്റെ കളറുള്ള പട്ടൊക്കെയാണ്, അതൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നിറയെ തെച്ചിയുടെ മാലകളുണ്ട്. അർച്ചന കഴിഞ്ഞ മാലകൾ ഇഷ്ടം പോലെ ഉണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് ആ ഭഗവതീനെ, നമ്മുടെ അമ്മേനെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞ് നോക്കുക. അപ്പോൾ നമ്മളെ ചുമരിൻ്റെ അവിടേക്ക് നോക്കിയാൽ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ശിവപാർവതിയുടെ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് മമ്മിയൂരപ്പനാണ്, മമ്മിയൂര അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലപ്പം അങ്ങനെ മമ്മിയൂർ പോകുന്ന പോലെ മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളെ തേടിയെത്തും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ, ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണുക, കണ്ടു തൊഴുക.
അങ്ങനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കത്തുണ്ടാവും. ആ വേദപാരായണവും ഒക്കെ ബാക്കിയെല്ലാം നടത്തുന്ന ആ കൂത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് തൊഴുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ കരിനീല ഇതും വെളുത്ത മുണ്ടൊക്കെ എടുത്തിട്ടാണ് അയ്യപ്പസ്വാമി ഇങ്ങനെ ഇരിക്കുന്നത്. മുഖത്ത് ഇങ്ങനെ ചന്ദനം പൊതിഞ്ഞ് വരണു. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുതു വലം വെച്ചിട്ട് പടിഞ്ഞാറ നടയിലേക്ക് വരിക. പടിഞ്ഞാറ നടയിൽ വന്നാൽ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ നോക്കിയാൽ വേണുഗോപാല സ്വരൂപം കാണാം. അത് കണ്ട് തൊഴുക. പിന്നീട് ഒരു 4-5 അടി പിന്നോട്ട് വെച്ച ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് ഉച്ചപൂജ തൊഴുന്നതാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.